പിന്നെന്തിനാ നിങ്ങൾ ഭരിക്കുന്നേ? ഷെൽട്ടർ ഹോം ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങൾ ഇതിനെയൊക്കെ അങ്ങോട്ട് മാറ്റാനുള്ള നടപടി എടുക്കണം. അതാണ് നിങ്ങളുടെ ജോലി. ഈ വിധി അടിയന്തരമായിട്ട് അത് നടപ്പാക്കണം. നടപ്പാക്കിയില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരിറങ്ങും കോർട്ടലക്ഷ്യം നടപടികളുമായിട്ട്. ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരുൾപ്പെടുന്ന ബെഞ്ച്, സുപ്രീം കോടതിയുടെ ബെഞ്ചിൻ്റെ ഇന്നലത്തെ വിധി വളരെ സ്വാഗതാർഹമാണ്. നേരത്തെ ജസ്റ്റിസ് പർദീവാലയും ജസ്റ്റിസ് മഹാദേവനും ചേർന്നുള്ള ഒരു ബെഞ്ചാണ് ആദ്യമായിട്ട് സുവമോട്ടോ കേസ്, ഈ തെരുവുനായ ശല്യത്തെക്കുറിച്ചുള്ള കേസെടുത്തത്. അപ്പോൾ അതിനെതിരെ ഈ തെരുവുനായയെ സ്നേഹിക്കുന്ന ആളുകളും അതുപോലെയുള്ള ചില സംഘടനകളുമൊക്കെ ഒരുപാട് വിമർശനങ്ങളുമൊക്കെ ഉന്നയിച്ചു. എന്തായാലും ഈ വിഷയം വീണ്ടും പരിഗണിക്കാനായിട്ട് ഒരു 3 അംഗ ബെഞ്ചിനെ ആണ് അന്ന് ചീഫ് ജസ്റ്റിസ് ഗവായി ചുമതലപ്പെടുത്തിയത്. അപ്പോൾ ഈ 3 അംഗ ബെഞ്ച്, ഞാൻ ഈ പറഞ്ഞ ഇത്രയും ജഡ്ജിമാർ, അവരാദ്യം ഇത് നമുക്ക് തോന്നി ആദ്യത്തെ ബെഞ്ചിൻ്റെ വിധിയെ ഒരു കുറച്ച് വെള്ളം ചേർത്ത പോലായിരുന്നു ആദ്യം ഒരു വിധി വന്നത്, ഇടക്കാല ഉത്തരവുമായിട്ട് വന്നത്. പക്ഷെ പിന്നീട് ഇപ്പോൾ അത് കണ്ടുകൊണ്ടായിരിക്കാം ഇവിടെ ഉണ്ടാകുന്ന ഈ വളരെ വലിയ അനർത്ഥങ്ങൾ, തെരുവുനായ ശല്യം രൂക്ഷമായി പോകുന്നു. ഗവൺമെൻറ്റുകളൊന്നും അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതാ കാര്യം. അല്ലാതെ തെരുവുനായയെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നായകളെ പെറ്റ് പെരുകും, അതിന് കാര്യമൊന്നുമില്ല. അത് പെരുകാതിരിക്കാൻ വേണ്ടിയാണ് ABC ചട്ടങ്ങളുമൊക്കെ റൂൾസും ഒക്കെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അതൊന്നും ശരിയായ വിധത്തിൽ ഇവിടെ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വന്ധീകരിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്, വലിയ ചിലവുള്ള ജോലിയുമാണ്. ഏതാണ്ട് ഒരു നായയെ വന്ധീകരിക്കുന്നതിന് മാത്രം ഒരു 780 രൂപയോ എന്തോ ചിലവുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചിലവാക്കണം. അത് ഇവിടെ ആഹാരം കഴിക്കാനില്ലാതിരിക്കുമ്പോഴാണോ ഈ തെരുവുനായയുടെ ഈ ബർത്ത് കൺട്രോൾ നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യവും അതിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ ABC റൂൾസ് അനുസരിച്ച് ഇതിനെ പിടിച്ച് വന്ധ്യംകരിച്ചതിന് ശേഷം എവിടെ പിടിച്ചുകൊണ്ട് പോയോ അവിടെ കൊണ്ടുവിടണം. അത് വളരെ വളരെ വലിയ ഉപദ്രവങ്ങളുണ്ടാവും അതുമൂലം. ആ ഒരു പ്രശ്നം അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ വളരെ കർശനമായ വ്യവസ്ഥകളാണ് ഏർപ്പെടുത്തിയത്. അതായത് പൊതുസ്ഥാപനങ്ങൾ, ഈ സ്കൂളുകൾ, കോളേജുകൾ, അതേപോലെ ബസ് സ്റ്റാൻഡ്, അതേപോലുള്ള സ്റ്റേഡിയം തുടങ്ങിയ സ്ഥലങ്ങൾ, ആ പരിസരങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ആളുകൾ വരുന്ന സ്ഥലമൊക്കെ, അവിടെ എങ്ങും ഈ തെരുവുനായ ഇനി കാണാൻ പാടില്ല എന്ന് തന്നെ ഒരു അർത്ഥശങ്കയില്ലാത്ത വിധം സുപ്രീം കോടതി വ്യക്തമാക്കി. പക്ഷേ ആ വിധിയിൽ നിന്ന് ഞാൻ കാണുന്നത് എല്ലാ തെരുവുകളെയും അതിൽ നിന്ന് മോചിതമാക്കിയിട്ടില്ല. തെരുവ് മോചിതമാവണമെങ്കിൽ അവിടെ ഒരു പബ്ലിക് ഓഫീസ് വേണം, അല്ലെങ്കിൽ ഇതുപോലെ പബ്ലിക് സ്ഥാപനം എന്തെങ്കിലും വേണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിനെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിനെ പിടിച്ച് വന്ധ്യംകരിച്ചിട്ട് അതിനെ ഒരു കാരണവശാലും പിടിച്ച സ്ഥലത്ത് കൊണ്ടുവിടാതെ അവിടെ അതിനെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. തുടങ്ങിയ കുറേ വ്യവസ്ഥകളുണ്ട്. മാത്രമല്ല, ഓരോ 3 മാസം കൂടുമ്പോൾ ലോക്കൽ ബോഡീസ് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. കാരണം എന്തൊക്കെ ചെയ്തു, ഇതിനെ എങ്ങനെ ഒഴിവാക്കി എന്നെല്ലാം. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇത് കടിച്ചു കീറുന്നുണ്ട്. അത് കാരണം എന്താണെന്നറിയുക, അതിന് ഒന്നാമത് ഈ തെരുവുനായ്ക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ചിക്കൻ വേസ്റ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ആളുകൾ തെരുവിൽ ഉപേക്ഷിക്കും. ഇപ്പം അത് വളരെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം തെരുവിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കത് കാണാനില്ല. പക്ഷേ ഞങ്ങൾ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്തോട്ട് പോയപ്പോൾ, കുറച്ച് ഇൻറ്റീരിയറായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയപ്പോൾ, അവിടെ റോഡ് സൈഡിൽ മുഴുവനായിട്ട് പാമ്പേഴ്സ് ഉപയോഗിച്ചത്, അങ്ങനെയുള്ള സാധനങ്ങൾ വൃത്തിയിട്ടതും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളും എല്ലാം കവർ കിറ്റായിട്ട് കെട്ടിക്കൊണ്ടുവന്നിട്ടേക്ക് തള്ളിയേക്കാണ് ആ റോഡിൻ്റെ സൈഡിൽ. അതിപ്പോഴും നിർബാധം നടക്കുന്നുണ്ട്. കാരണം അവന്മാർ അന്വേഷിച്ച ആളുകൾ പോയി കണ്ടുപിടിക്കുന്നതാണ് ഈ വിജനമായ സ്ഥലം. ആ റോഡ് വിജനമല്ല, അവിടെയൊക്കെ വീടുകളൊക്കെ ഉള്ളതാണ്. എന്നാലും ഇത് ചെയ്യും. അവിടെ ഒരിടത്തൊരു ഒരു ക്യാമറ കൊണ്ടുവച്ചേക്കുന്നു, അതിൻ്റെ അടുത്തില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ റോഡിൽ ഇത് കിടക്കുകയാണ്. അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ വന്ന് ഇത് കടിച്ചു കയറും. അതേപോലെ തന്നെ ഈ ആഹാര സാധനങ്ങളുണ്ടല്ലോ, ഈ രാവിലെ ഈ വേസ്റ്റ് വരുന്ന ഫുഡ് മെറ്റീരിയൽസ്, അത്
ഈ ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. നമുക്ക് ഒക്കെ യഥാർത്ഥത്തിൽ അവർ ആ വർക്കേഴ്സ് ഉണ്ട്. അവർ വന്ന് ഇതെടുത്ത് കൊണ്ടുപോയി ഈ വേസ്റ്റ് കൊണ്ടുപോയി അതിൻ്റെ ആ സംഭരണ സ്ഥലത്തേക്ക് കൊടുത്ത് അത് കൊണ്ടുപോകുന്ന ഇതുണ്ട്. ഇത് ബക്കറ്റിനകത്ത് ഈ വേസ്റ്റ് എടുത്ത് വെക്കും. ഈ വേസ്റ്റ് അത് നായ്ക്കൾ തള്ളിയിട്ടിട്ട്, ഇപ്പം നടക്കാൻ പോകുമ്പോഴേക്കും എനിക്കിത് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ്, തള്ളിയിട്ട് അത് മുഴുവൻ തിന്നുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് ഈ മീറ്റിൻ്റെ ബാക്കി വേസ്റ്റോ അതുപോലെ ചിക്കൻ്റെ വേസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പട്ടിക്ക് ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ മാംസം വളരെ ഇഷ്ടമായിട്ട് മാറുകയാണ്. അങ്ങനെ മാറുമ്പോഴാണ് ഇത് കിട്ടിയില്ലേ അത് ജീവനുള്ളതിനെ കടിക്കും. കുഞ്ഞുങ്ങളെ കിട്ടിയാൽ എളുപ്പമാണ് കടിക്കാൻ, അത് കൂട്ടത്തോടു കൂടി ആക്രമിക്കുകയാണ്. ഇപ്പം ഇത് ഒരുപാട് കൂടുതലാണ് തെരുവ് നായ്ക്കൾ കേട്ടോ. ഏതാണ്ട് 3 ലക്ഷം തെരുവ് നായ്ക്കൾ കേരളത്തിലുണ്ടെന്നാണ് കണക്ക്. അത് എന്തോ കണക്കാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഒരു മാധ്യമത്തിൽ പറയുന്ന ഞാൻ കേട്ടതാണ് 3 ലക്ഷം തെരുവ് നായ്ക്കൾ. എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാൻ ഒക്കത്തില്ല. ഇവിടെ ഞാൻ നടക്കാൻ പോകുന്ന വഴിയിലാണ് ഒരു ദിവസം കണ്ടത്, ഏതാണ്ട് ഒരു കോൺവോയ് ആയിട്ട് ഒരു 15 എണ്ണം. മുമ്പിൽ ഒരെണ്ണം അത്യാവശ്യമായിട്ട് ഓടുക, കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് ഏതാണ്ട് വലിയ അത്യാവശ്യം, അതിൻ്റെ പുറകെ പാഞ്ഞ് കുറേ എണ്ണം പോവുകയാണ് ഒരു ഗ്രൂപ്പ്. അങ്ങനെ അടുത്ത ഗ്രൂപ്പ് കണ്ടപ്പം അത് വലിയ സമാധാനപ്രിയരായിട്ട് നിന്ന് അത് പരസ്പരം സ്നേഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു 7-8 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമതൊരു ഗ്രൂപ്പ് കണ്ടതാണെന്നുണ്ടെങ്കിൽ തമ്മിൽ ഒരെണ്ണത്തിനെ എടുത്തിട്ട് ബാക്കി എല്ലാം കൂടിയിട്ട് കടിക്കുക. ഇതെല്ലാം നമുക്ക് റോഡിൽ നമുക്ക് തെരുവിൽ കാണാനുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ. ഈ രീതി മാറി. അപ്പോൾ അതിന് സുപ്രീം കോടതി ശരിയായ ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷെൽട്ടർ ഹോമുകൾ നിർമ്മിച്ച് അതിലേക്ക് ഇതിനെ മാറ്റണം നിർബന്ധമായിട്ട്. അത്യന്താപേക്ഷിതമായ ഒരു കാര്യവുമാണ്. അല്ലാതെ ഇതിനെ തല്ലിക്കൊല്ലുവോ അതിനെ വിഷം കൊടുത്തു കൊല്ലുവോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം അതൊരു ജീവിയാണ്. അതിനോടുള്ള കാരുണ്യമൊക്കെ നമ്മൾ കാണിക്കണം, എപ്പോഴും വേണം. പിന്നെ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കേട്ടോ, MP രാജേഷിൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി. ഇവിടെ കേരളത്തിൽ ആളുകൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. അതെപ്പോഴാണെന്ന് അറിയാവുന്നേ, ആളുകൾക്ക് താമസിക്കാൻ സ്ഥലമില്ല മിസ്റ്റർ. അപ്പോൾ അങ്ങനെയുള്ളത് തെരുവ് നായ്ക്കളെ എവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കും? ഷെൽട്ടർ ഹോം എങ്ങനെ ഉണ്ടാക്കുമെന്ന്? പിന്നെ എന്തിനാ നിങ്ങൾ ഭരിക്കുന്നേ? അത് നിങ്ങളുടെ ജോലിയാണ് അത് കണ്ടുപിടിച്ച് എടുക്കുന്നത്. ഷെൽട്ടർ ഹോം ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങൾ ഇതിനെയൊക്കെ അങ്ങോട്ട് മാറ്റാനുള്ള നടപടി എടുക്കണം. അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ ഈ വകുപ്പ് ഏറ്റെടുത്തോടുകൂടി നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത് നോക്കണം, ഈ തെരുവ് നായ്ക്കളെ കൊണ്ടുപോയി ശരിയായ രീതിയിൽ സംരക്ഷിക്കണം, അതിനെ പരിപാലിക്കണം, അതൊക്കെ ചെയ്തുകൊള്ളണം. അതൊക്കെ നിങ്ങളുടെ ജോലിയാണ്. അതിനാണ് നിങ്ങൾ ശമ്പളം മാറ്റി മന്ത്രി എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഇനി കൂടുതൽ ഇനിയും പിന്നെ നിർദ്ദേശങ്ങൾ വന്നാൽ അതുപോലെ അനുസരിച്ചോളാമെന്ന്. അപ്പം ഈ വന്നേക്കുന്നൊന്നും നിർദ്ദേശം അല്ലല്ലേ. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഇതിനെ നിർബന്ധമായിട്ട് കൊണ്ടുപോകണമെന്നാണ്. അപ്പം അത് നിർദ്ദേശമായിട്ട് പുള്ളി അംഗീകരിക്കുന്നില്ല. അതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അദ്ദേഹം ഇനി അത് അംഗീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി കൊടുക്കണം. ആരെങ്കിലും സുപ്രീം കോടതി സമീപിച്ച് ഇതുപോലെ MP രാജേഷിന് നിർദ്ദേശം കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അതായിരിക്കും വേണ്ടത്. ഇങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും ശരിയല്ല. കാരണം ഈ വിധിക്കെതിരെയുള്ള പ്രസ്താവനയായിട്ടേ അത് കണക്കാക്കുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ കോർട്ടലക്ഷ്യമാണ് നടത്തിയേക്കുന്നത്. ഇനിയും നിർദ്ദേശം വന്നാൽ അത് നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന്. ഇപ്പോൾ ഒന്നും ആലോചിക്കത്തില്ലല്ലേ? ഈ വിധി പോരാ നിങ്ങൾക്ക്. ഇനി നിർദ്ദേശം വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന്. നിങ്ങൾ ആലോചിക്കേണ്ട മിസ്റ്റർ. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കോർട്ടലക്ഷ്യം വരും, നടപടി വരും. അത് ആദ്യം ചിന്തിക്കുക. ഇനി ഇത് നമുക്ക് ആളുകളുടെ പെരുമാറ്റം എന്നൊക്കെ പറയുന്നത്, ഈ തെരുവ് നായ്ക്കളെ ചിലരുണ്ടല്ലോ ഈ പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തും. ഒരു പരുവം കഴിയുമ്പോൾ അതിനെ വേണ്ടാന്ന് തോന്നുമ്പോൾ അതിനെ അടിച്ചോടിച്ച് ദൂരെ കളയും. അതൊക്കെയാണ് ഈ തെരുവിലേക്ക് വരുന്നത് കൂടുതലും. അതുകൊണ്ട് ഇനി ഇതിന് കർശനമായിട്ടുണ്ടല്ലോ, ഈ നായ വളർത്തണമെങ്കിൽ, ഏത് വീട്ടിലായാലും നായ വളർത്തണമെങ്കിൽ, പെറ്റ്സിനെ എന്തിനെ വളർത്തണമെങ്കിലും അതിന് ലൈസൻസ് വാങ്ങിയിരിക്കണം. ലൈസൻസ് വേണം. അത് ലൈസൻസ് ഇല്ലാതെ ഒരൊറ്റ നായയും നമുക്ക് ഈ നാട്ടിൽ കാണരുത്, ലൈസൻസ് ഇല്ലാത്തത്. അങ്ങനെ ആവണം. അങ്ങനെ ആയാലേ ഈ തെരുവ് നായ്ക്കൾ ഇല്ലാതാവുള്ളൂ. അല്ലെങ്കിൽ തെരുവിൽ നായകൾ കൂടിക്കൊണ്ടിരിക്കും. ഇന്നലെ ഇത് സുപ്രീം കോടതി ഇത് പറയുന്നതിന് മുമ്പ്, ഓർഡർ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് കുറേ സീനിയർ അഭിഭാഷകർ, ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല, പറഞ്ഞ്. എന്തോന്നറിയോ, അത് അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു.
സുപ്രീം കോടതി അതിനെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അതാണ് യഥാർത്ഥത്തിൽ ശരിയായ ഒരു കാര്യം ചെയ്താൽ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഒരു അഭിഭാഷകൻ പറഞ്ഞത്, ഈ തെരുവ് നായ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ പുതിയ തെരുവ് നായ വരുമെന്ന്. വലിയ അറിവാ പുള്ളി പറഞ്ഞു തന്നെ കേട്ടോ. എന്തൊരു വലിയ അറിവാണെന്നറിയാമോ? ഇത് ഈ നായ്ക്കളായിരിക്കും ഇവർക്ക് ഫീസൊക്കെ കൊടുക്കുന്നത്. അത് ഏത് നായ ഇവർക്ക് ഫീസ് കൊടുക്കുന്നതെന്ന് ഇതുവരെ എനിക്കറിയത്തില്ല. എന്തായാലും ശരി, ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. സുപ്രീം കോടതി അവസാനം ഇത് കണ്ട് കർശനമായ ഒരു നടപടിയിലേക്ക് എടുത്തു. ഇന്ന് പത്രങ്ങൾ നോക്കിയാൽ നമുക്ക് കാണേണ്ടത്, മാതൃഭൂമിയിൽ ഒരു കുട്ടി, ഒരു കുഞ്ഞു പയ്യൻ, അവനുണ്ടല്ലോ, ആ കുഞ്ഞ്, അവനെ ഈ പട്ടി കടിയുണ്ടതാ, പട്ടിയുടെ പടം കണ്ടാൽ ഇപ്പോൾ അവൻ വിറയ്ക്കുകയാണ്. കാരണം ഇത് കടി കൊള്ളുന്നവർക്ക് ഇത് അറിയാമൊക്കുള്ളൂ. അത്ര വയലൻ്റാണ്. ജീവനും കൊണ്ട് കുഞ്ഞുങ്ങൾ ഓടി രക്ഷപ്പെടാൻ പോകുന്നത് നമുക്ക് കാണാം. ഇതിനെ കടിച്ച് മറിച്ചിട്ടിട്ട് ശരീരം മുഴുവൻ കടിക്കുന്ന കാഴ്ച നമുക്ക് എത്രയോ വീഡിയോകളുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നായയെ സ്നേഹിക്കുന്നവരുടെ കുഴപ്പമല്ല. ഈ പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഈ അകറ്റരുത് എന്നൊന്നും ഇതിനെ ഈ നായ സ്നേഹിക്കുന്നവരുടെ ഒന്നും തരാറില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ കാതലായ പ്രശ്നമെന്ന് പറയുന്നത്, ഇതിനെ തെരുവിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി അതിനെ ഒരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനും ഷെൽട്ടറിൻ്റെ ആവശ്യമില്ലേ? അതാ വേണ്ടത്. മനുഷ്യർക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ വസ്ത്രം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ നായ്ക്കും വേണം. അപ്പോൾ അതിനെ അവിടെ കൊണ്ടുപോകാൻ ആഹാരം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം. അത് അത്യാവശ്യമാണ്. അതിന് ആ രീതിയിലുള്ള ഒരു ഇടപാട് വെക്കണം. നായകളുള്ളിടത്തോളം കാലം അത് ചെയ്തുകൊണ്ട് തെരുവ് നായ്ക്കൾ. പക്ഷേ ഇത് പല രാജ്യങ്ങളിലും ഇതില്ലല്ലോ. ഇല്ലാത്തതിപ്പോൾ ഞാനിപ്പോൾ അമേരിക്ക ഞാൻ കാണുന്നത് ചങ്ങലയിട്ട് പിടിച്ചുകൊണ്ട് പോകാത്ത ഒരൊറ്റ നായയും അവിടെ കാണാനില്ല. അതിനെ ഓണർ കൂടെ അക്കമ്പനി ചെയ്യാത്ത ഒരു നായയും കാണാനില്ല. അവിടെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു സംസ്കാരം നമുക്ക് വേണം. അങ്ങനെ ആകണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ശല്യം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കും. ഇതിനെ ഈ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? മനസ്സിലാക്കേണ്ടത്, ഈ നായ കടിയേക്കുന്നവരുടെ ആ ബന്ധപ്പാട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ അതുപോലെ തന്നെ അതിനെടുക്കുന്ന പ്രതിരോധ മരുന്ന്, പേവിഷം ഉണ്ടെങ്കിൽ, പേവിഷബാധയുള്ള നായാണെങ്കിൽ അതിൻ്റെ കടിയേക്കുന്നവർ അവർക്ക് യഥാർത്ഥത്തിൽ എന്തുമാത്രം ചിലവുണ്ടെന്ന് കണക്കാക്കണം. ആൻറ്റി റാബീസ് വാക്സിൻ, അതോടൊപ്പം ഇമ്മ്യൂണോ ഗ്ലോബലിൻ ഒരു 25,000 രൂപ പോയി കിട്ടും, ഉറപ്പാണ്. ഒരു പട്ടി കഴിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചറിയണം. മാത്രമല്ല, ഇതിനേതാണ്ട് ഉറപ്പുണ്ടോ? ഈ വാക്സിൻ കമ്പനികളുടെയൊക്കെ ഈ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ പലപ്പോഴും വളരെ മോശമാണ്. പിന്നെ ഇത് സൂക്ഷിച്ചു വെക്കുന്ന ആശുപത്രികൾ പ്രോപ്പറായിട്ട് അത് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിലോ ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയും? ഒരു പട്ടി കടിച്ചു പോയാൽ ഭയന്നേ പറ്റുള്ളൂ. മരണം മുന്നിൽ കാണണം, അതാണ് വേണ്ടത്. എപ്പോഴും നമ്മൾ മരണം മുന്നിൽ കാണണം. ഈ വാക്സിൻ എടുത്താൽ നമ്മൾ രക്ഷപ്പെടും? ഒരിക്കലും പറയാൻ ഒക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉറപ്പില്ല നമുക്കത് പറയാൻ. പണ്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ആർക്കും വരത്തില്ല. പക്ഷേ ഇന്ന് അങ്ങനല്ല. എത്രയോ പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മരണമുണ്ടല്ലോ, അത് ഒന്ന് നേരിട്ട് കാണണം, എന്നാലേ ഇതിൻ്റെ ഭീകരത മനസ്സിലാവുള്ളൂ. ഏതായാലും സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ സ്വാഗതാർഹമാണ്. അതിനോടുള്ള പ്രതികരണം, നമ്മുടെ മന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ മോശവുമാണ്. ആ രീതിയിലല്ല വേണ്ടത്. ഈ വിധി അടിയന്തരമായിട്ട് അത് നടപ്പാക്കണം. നടപ്പാക്കിയില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരിറങ്ങും കോർട്ടലക്ഷ്യം നടപടികളുമായിട്ട്.